السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس ناني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാർ, ഈ മഹത്തായ പ്രദേശത്തിൻ്റെ കാരണവന്മാർ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുല്ലാഹി സഖാഫ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളടക്കമുള്ള മഹാന്മാരായ സാദാത്യങ്ങളുടെയും ഔലിയാക്കളുടെയും എല്ലാ മദതും പൊരുത്തവുമുള്ള മജ്ലിസാക്കി അള്ളാഹു ഈ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. അങ്ങകലെ മദീന മുനവ്വറയിൽ നിന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്ന അവിടുത്തെ റഹ്മത്തിൻ്റെ നോട്ടമുള്ള മജ്ലിസാക്കി അള്ളാഹു ഈ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. നല്ല ഇഖ്ലാസോടെ മഹാന്മാരോടുള്ള സ്നേഹ ആദരവുകൾ മനസ്സിൽ വെച്ച് അതവോടെ ഇരിക്കേണ്ട മജ്ലിസാണ്. ചെറിയ ഒന്നല്ല, നിസാരമായി കാണേണ്ട ഒരു സദസ്സുമല്ല.
മഹാന്മാരുടെ ഹദറത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവരോട് പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദരണീയരായ അയിമ്മത്തുകൾ നമ്മളോട് പറഞ്ഞത് ഹയാത്തുകാലത്ത് എങ്ങനെയാണോ അവരോട് ആളുകൾ സമീപിച്ചത് അതേ സമീപനം ആദരവാണ് അവരുടെ വഫാത്തിനു ശേഷവും കാണിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ഹയാത്തുണ്ടെങ്കിൽ, നമ്മുടെ ഈ സദസ്സിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക? വളരെ ഭവ്യതയോടെ നിശബ്ദമായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ആദരവ് കാണിച്ചിട്ട് ആണ് നമ്മൾ പ്രതികരിക്കുക. നമ്മുടെ നൃത്തം തന്നെ ഒരഹങ്കാരത്തിന്റെ നൃത്തം നമുക്കുണ്ടാവില്ല. ആരടാ ഞാനടാ എന്ന ശൈലിയിൽ നമ്മൾ നിൽക്കുവോ? നിൽക്കൂല. വളരെ ഭവ്യതയോടെയാണ് നമ്മുടെ ശാരീരിക പ്രകൃതം പോലും ഉണ്ടാകുക. ഇതാണ് മഹാന്മാരുടെ ഹദറത്തിൽ ഹയാത്തുള്ള സമയത്ത് നമ്മുടെ രീതിയെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ വളരെ ആദരിക്കുന്ന വലിയ ആത്മീയ തലത്തിൽ വിരാജിക്കുന്ന ആൾ അവര് മുന്നിൽ വന്ന് നിന്നാൽ പോകുന്നത് വരെ നമ്മൾ അവരിങ്ങനെ നോക്കി. അവര് പറയുന്ന വാചകങ്ങൾ കേൾക്കും, അവരുടെ മുഖത്തിങ്ങനെ നോക്കും. അവിടുന്ന് പോയതിന് ശേഷം മാത്രമാണ് വേറെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആലോചിക്കുക. ഇതാണ് ഹയാത്ത് കാലത്ത് നമ്മൾ അവരോട് കാണിക്കുന്ന സമീപനം. മറ്റൊരു സമീപനമാണ് അങ്ങനെയുള്ള ഒരാൾ അവരുടെ ഹദറത്തിൽ എത്തുമ്പോൾ നമ്മളിങ്ങനെ കലവല ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാവൂല. വളരെ സൈലന്റ് ആയിരിക്കും. ഒരപശബ്ദവും നമ്മൾ പുറപ്പെടുവിക്കൂല. ആ നിലക്ക് നമ്മുടെ ശബ്ദത്തെ നമ്മൾ നിയന്ത്രിക്കും. ഇതൊക്കെയാണ് മഹാന്മാർ അവർ ഹയാത്തുള്ള കാലത്ത് അവരുടെ സവിധത്തിൽ, അതെത്ര താഴെത്തട്ടുള്ള ആളാണെങ്കിലും, അതിനു മാത്രം വലിയ തഖ്വയും ഈമാനൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും, അവരുടെയൊക്കെ കൽബിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ആ മഹാന്മാരുടെ സാന്നിധ്യം അസുലിയായി ഈമാനുള്ള ആളുകൾക്ക് ആ ഒരു അർത്ഥത്തിലേക്ക് അവരെ എത്തിക്കും എന്നതാണ്. മഹാന്മാര് പഠിപ്പിച്ചത് പ്രകാരം അതേ സമീപനമാണ് അവരുടെ വഫാത്തിന് ശേഷവും സ്വീകരിക്കേണ്ടത്. സിയാറത്തിന്റെ അദബുകളിൽ ഇത് വിശദമായി പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നടത്തുന്ന മജ്ലിസുകൾ, അവരുടെ ഉറൂസിന്റെ സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരാമുഖം എന്ന അർത്ഥത്തിൽ ഈ സദസ്സിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹാന്മാരുടെ ഉറൂസ് നടക്കുമ്പോ, അവരുടെ പരിസരത്തേക്ക് സിയാറത്തിന് വരുമ്പോ, അവരുടെ പേരിലുള്ള മജ്ലിസ് സംഘടിപ്പിക്കപ്പെടുമ്പോ നമ്മളെ ഈമാനുള്ള ആളുകൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്? അവിടെ ഹയാത്ത് കാലത്ത് അവരോട് സമീപിച്ച അതേ രീതിയിൽ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള മജ്ലിസ് കഴിയുന്നത് വരെ നമ്മൾ അവിടെ ഉണ്ടാകും. നമ്മൾ അവിടെ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കില്ല, ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കൂല. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു സ്നേഹവും ആദരവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ശാരീരികമായി നമ്മുടെ പ്രതികരണം പോലും ആ അദബ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാകും. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിയാറത്തും അവർക്ക് വേണ്ടിയുള്ള മജ്ലിസുകളും ഏറ്റവും പവിത്രമാകുക. അതിനു പകരം
നമ്മൾ ആ അദബ് പരിഗണിക്കുന്നില്ല, അതിനെ നമ്മൾ മുഖവിലക്ക് കാണുന്നില്ല. അവരൊരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു, പ്രതികരണം നടത്തുന്നു അല്ലേ? അവരിഷ്ടപ്പെടാത്ത കാര്യമാണ്. ആണും പെണ്ണും ഒക്കെ ഒന്നായി കലബലയായി ഇങ്ങനെ സൊറ പറഞ്ഞ് സമയം ചെലവഴിക്കുക. അത് മഹാന്മാരെ ഇഷ്ടപ്പെടാത്തതാണ്. അവരുടെ ഹയാത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളെ അവര് വളരെ ഗൗരവത്തോടെ കാണും, അവരതിനനുസരിച്ച് പ്രതികരിക്കും. അപ്പൊ അവരിഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ, പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അവരുടെ ഹളറത്തിൽ നിന്ന് ഉണ്ടാകുന്നത് വലിയ അദബുകേട്. ഔറത്ത് മറക്കാതെ സ്ത്രീകൾ സിയാറത്തിനു വേണ്ടി വരൽ, അവർക്ക് വേണ്ടിയുള്ള മജാലിസുകളിൽ വരൽ, അത് മഹാന്മാർ ഇഷ്ടപ്പെടുന്നതല്ല, അവര് താല്പര്യപ്പെടുന്നതല്ല. അങ്ങനെ വരുന്നതിനോട് അവർക്ക് വെറുപ്പാ, വിരോധമാ. അപ്പൊ അവരോടുള്ള അതെന്താണ്? നല്ലോണം സ്ത്രീകൾ മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികൾ പറയും നിങ്ങൾക്ക് പള്ളിയിലേ പോകാൻ പറ്റാത്തതുള്ളൂ, മഹാന്മാരെ മഖബറയിലൊക്കെ എങ്ങനെയും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ചില ആളുകൾ. ആ പള്ളിയിൽ പോകാൻ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം സ്ത്രീകൾക്ക് തലബില്ല, അത് സുന്നത്തായി പഠിപ്പിച്ചിട്ടില്ല, അത് ജവാസുള്ളതായിട്ടും പറഞ്ഞിട്ടില്ല. അയിമ്മത്തുകൾ മുഴുവനും പറഞ്ഞു ആ ജമാഅത്തിനു വേണ്ടി പള്ളികളിലേക്ക് പുറപ്പെട്ടു പോകൽ അത് ഹറാമാണ്. കാരണം ഫിത്ന വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൃത്യമായി, ഈ കാലത്തുള്ള സ്ത്രീകളുടെ പ്രവർത്തനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരുന്നെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഗൗരവത്തിൽ ഇതിനെതിരെ സംസാരിക്കുമായിരുന്നു, പറയുമായിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആരും, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവരിൽപ്പെട്ട ആരും ജുമഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോയത് നമുക്ക് കാണാനില്ല. ഇന്നത്തെ എന്റെ വിഷയം അനുധാവനത്തിന്റെ ആനന്ദം എന്നുള്ളതാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഇന്റെ സൗന്ദര്യവും അതിന്റെ ആത്മസായുജ്യവും അതിനെക്കുറിച്ച് പറയാനാണ്, അതിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരാനാണ് ഞാൻ ഈ ദിവസത്തെ സംസാരം ഉപയോഗിക്കുന്നത്. ആ ഇത്തിബാഇനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അനുസരിക്കണം. അവിടുന്ന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത് സഹാബാക്കൾക്ക്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഇസ്ലാം പഠിച്ചു, അവരിൽ നിന്ന് സ്വഹാബാക്കൾ പഠിച്ചു, സ്വഹാബാക്കളിൽ നിന്ന് താബിഈകൾ പഠിച്ചു, താബിഈകൾ പഠിച്ചു. അവര് പഠിച്ച, അവര് കണ്ട, അവരറിഞ്ഞ, അവരനുഭവിച്ച വിശുദ്ധ ഇസ്ലാമിനെയാണ് 4 അയിമ്മത്ത് മുജ്തഹിദുകൾ ക്രോഡീകരിച്ച് നമ്മളിലേക്ക് എല്ലാ കാലത്തും ഇലാ യൗമിൽ ഖിയാമ ഇസ്ലാം സംരക്ഷിക്കപ്പെടണം, ഒരു പോറലുമേൽക്കാതെ എന്ന് മനസ്സിലാക്കിയിട്ട് ലോകാവസാനം വരെ വരുന്ന സർവാധി പ്രശ്നങ്ങളെയും നേരത്തെ നോക്കിക്കണ്ട് പ്രവാചകരുടെ പ്രൗഢമായ വചനങ്ങളിൽ നിന്ന് അത് സ്വാംശീകരിച്ചെടുത്ത് മുസ്ലിം ഉമ്മത്തിനു വേണ്ടി ത്യാഗപൂർണമായ സേവനം ചെയ്ത് ഇസ്ലാമിന്റെ ആധികാരികമായ കാര്യങ്ങൾ കൃത്യമായി സമർപ്പിച്ചവരാണ് മഹാന്മാരായ അയിമ്മത്തുകൾ. ആ അയിമ്മത്തുകളെ കണ്ട ഇസ്ലാമല്ലാത്ത ഒരു ഇസ്ലാം അതേ ലോകത്താർക്കും കാണാൻ കഴിയും. അവരെ കാണാത്ത ഒരു ഇസ്ലാം, അവരറിയാത്ത ഇസ്ലാം, അവരെ പറയാത്ത ഇസ്ലാം, അവരനുഭവിക്കാത്ത ഇസ്ലാം, ആ ഇസ്ലാം പ്രവാചകരുടെ തിരുചര്യയോട് ചേരുന്ന ഇസ്ലാമല്ല. ആ അങ്ങനെയുള്ള അവർ അനുഭവിക്കുകയും പറയുകയും കാണുകയും ചെയ്യാത്ത ഒരു ഇസ്ലാമിനെ കുറിച്ച്, ഒരു ആശയത്തെ കുറിച്ച് ഇസ്ലാം എന്ന് പറയാൻ തന്നെ നിവൃത്തിയില്ല. അതാണ്
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം. ആ ആദർശത്തിന്റെ ഭാഗമായി മഹാന്മാരാകുന്ന അയിമ്മത്തുകൾ പറഞ്ഞു വെച്ചതാണ്, ആ പ്രവാചകരുടെ ഭാര്യമാരിൽ ഒരാളും ജമാഅത്തിനു വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ടില്ല. ഒരുപക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ചില ആളുകൾ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയിമ്മത്തുകളിൽപ്പെട്ട നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ സ്ത്രീകൾ ജമാഅത്തിന് പങ്കെടുത്താൽ എങ്ങനെയാണ് അവർ ആ ജമാഅത്തിൽ പങ്കെടുക്കേണ്ട രീതി എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇമാമുകൾ തന്നെ അംഗീകരിക്കുന്നതാണല്ലോ എന്ന് ചിലപ്പോൾ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തിനു വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോകലാണ് ഹറാം. അതേസമയം പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്കും വരണം. കാരണം അവർ വീട്ടിലിരുന്നാൽ കഅബാലയം അങ്ങോട്ട് ചെല്ലൂല. അപ്പൊ കഅബാലയത്തിന്റെ അടുക്കൽ വരണം. ആ നിലക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ഒരു ജമാഅത്ത് നടക്കുന്ന സന്ദർഭമുണ്ടായാൽ ആ സന്ദർഭത്തിൽ ജമാഅത്തിന് പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നതിന്റെ അദബ് പഠിപ്പിക്കണം. അതാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. ഇനി നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെ വീട്ടിൽ വെച്ച് ജമാഅത്ത് നടക്കുമ്പോൾ ആ ജമാഅത്തിന്റെ രീതി എങ്ങനെയാകണം, സ്ത്രീകൾ എവിടെ നിൽക്കണം, കുട്ടികൾ എവിടെ നിൽക്കണം, പുരുഷന്മാരെവിടെ നിൽക്കണം, ഇതിന് മസ്അല വേണം. ആ മസ്അലയാണ് യഥാർത്ഥത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞത്. അതല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ജമാഅത്തിനു വേണ്ടി പള്ളിയിൽ പോകാനുള്ള അനുമതിയായിട്ടുള്ള കാര്യമല്ല. അത് ബിദ്അത്തിന്റെ കക്ഷികൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ചില രീതികൾ. ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുകയല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റൂല, അതേസമയം മഹാന്മാരെ മഖ്ബറയിൽ പോകാം. അതിന് മുസ്ലിയാക്കന്മാർക്ക് കുഴപ്പമില്ല. കാരണം അത് അവർക്ക് പണം പിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ പെണ്ണുങ്ങളും കൂടെ മഖ്ബറയിൽ വന്നാലല്ലേ അവർക്ക് സാമ്പത്തികമായി ഉണ്ടാകൂ, പണമാണ് അവരുടെ പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും അതിന്റെ ആദർശത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? പള്ളിയിൽ പോകാൻ പ്രവാചകരോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണ് ഖൈർ, പള്ളി ഖൈറില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് തലബില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പള്ളിയിൽ ജമാഅത്തിനു വേണ്ടി പങ്കെടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ അതേ സമയം ആ നിലക്ക് പള്ളിയിൽ പോകാൻ പ്രത്യേകിച്ച് നിർദ്ദേശമില്ല, സുന്നത്തായ കാര്യവുമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമല്ല. അതേസമയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ബറക്കത്ത് ഉദ്ദേശിച്ച് മഹാന്മാരുടെ ഹദറത്തിൽ പോകുന്നത്, ഔലിയാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്താണ്, അത് ത്വലബുള്ള കാര്യമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ ഹുജ്റത്തു ശരീഫയിൽ മറമാടിയതിനു ശേഷവും സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. അതേസമയം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറമാടിയപ്പോൾ നേരത്തെ ഒന്ന് ഭർത്താവായിരുന്നു, മറ്റൊന്ന് പിതാവായിരുന്നു. എന്നാൽ മൂന്നാമത് അവിടെ ദഫൻ ചെയ്യപ്പെട്ടത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അത് കാണാൻ പറ്റിയ ആളല്ല. നേരത്തെ ഭർത്താവാണ്, പിതാവാണെന്ന അർത്ഥത്തിൽ വേണ്ടത്ര ഹിജാബ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ മഹറമായ ആളല്ല, കാണാനും തൊടാനും ഒന്നും പറ്റിയ ആളല്ല. പക്ഷേ ആ നിലക്കുള്ള ആളായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറമാടിയതിനു ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സിയാറത്തിന് പോക്ക് അവസാനിപ്പിച്ചോ? ഇല്ല.
എന്താണ് ചെയ്തത്? അതിനുശേഷം പൂർണ്ണമായ ഹിജാബോടെയല്ലാതെ അവിടെ സിയാറത്തിന് പോയിട്ടില്ല. അപ്പൊ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ പോകാറുണ്ട്. അങ്ങനെ പോകൽ പുണ്യമാണ്, അവരുടെ ബറക്കത്ത് ആഗ്രഹിച്ചിട്ട്. ഇത് മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാര് കാണിച്ചു തന്നതാണ്. അവിടുന്ന് നമ്മളൊക്കെ പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ ത്വലബുള്ള ഒരു കാര്യത്തെ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. ശരീഅത്ത് അതേ പുണ്യമായി പറഞ്ഞ ഒരു കാര്യത്തെ പറ്റില്ല എന്ന് പറയാൻ അവകാശമില്ല. അതേസമയം ശരീഅത്ത് പുണ്യമാണെന്ന് പറയാത്ത കാര്യം കാലത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് പറ്റില്ല എന്ന് പറയാനും ഹറാമാണെന്ന് പറയാനും അതേ അതിന് ആധികാരികമായ തെളിവുണ്ട്. അത് മഹാന്മാരാകുന്ന അയിമ്മത്തുകൾ അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ രീതിയിൽ പറയണം. ഇസ്ലാം എന്താണ് പറഞ്ഞത്, പ്രവാചകർ എന്താണ് പഠിപ്പിച്ചത്, ഇമാമിങ്ങൾ എന്താണ് കാണിച്ചു തന്നത്, അതേ നമുക്ക് പറയാൻ കഴിയൂ, അതേ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയൂ, അതേ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയൂ. അതിന്റെ അപ്പുറത്തൊരു വാചകം പറയാൻ അവകാശം നമുക്കില്ലല്ലോ. അതുകൊണ്ടാണ് പള്ളിയിൽ പോകണ്ടെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോ ഔലിയാക്കളെ മഖബറയിൽ പോകണം. പക്ഷേ അങ്ങനെ പോകാമെന്ന് പറയുമ്പോഴും അത് സുന്നത്താണെന്ന് പറയുമ്പോഴും അത് ഉറൂസിന്റെ ദിനരാത്രങ്ങളിലാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും മഹാന്മാര് പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഒരു സിയാറത്തിനും പോയിക്കൂടാ, ഒരു ഉറൂസിനും പോയിക്കൂടാ. അത് പറയാനുള്ള ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട്. നമ്മൾ ഇതൊന്നും നടത്തുന്നത് പണത്തിനു വേണ്ടിയല്ല, ഇവിടെയുള്ള അധികാരത്തിന് വേണ്ടിയല്ല, ഇവിടെയുള്ള വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയുമല്ല. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം. റബ്ബിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ മഹാന്മാരുടെ പൊരുത്തമുണ്ടായാൽ അള്ളാഹുവിന്റെ കബൂലിയത്തുണ്ടാകാൻ അത് സബബാണ്. അതുകൊണ്ട് മഹാന്മാരായ അഹ്ലു ബൈത്തിൽപ്പെട്ട സാദാത്യങ്ങളെയും ഔലിയാക്കളെയും മഹാന്മാരായ സ്വഹാബാക്കളെയും ഒക്കെ ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും അവരെ മഹത്വം പറഞ്ഞും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതേ ഇടപെട്ടും കൊണ്ട് അവരുടെ ഒരു കബൂലിയത്ത് കിട്ടിയാൽ, അവരുടെ ഒരു പിന്തുണ കിട്ടിയാൽ, അവരുടെ ഒരു മദത് കിട്ടിയാൽ അല്ലാഹു ഇഷ്ടം വെച്ച മഹാന്മാരുടെ മദത് കൊണ്ട് സാധുക്കളായ നമ്മളും ഒന്ന് രക്ഷപ്പെട്ടു കിട്ടുമല്ലോ. അത് മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മൾ ഉറൂസിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത്, നമ്മൾ അതാ ഇൽമിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയട്ടെ, ഉറൂസിന്റെ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഔറത്ത് മറക്കാതെ അതേ അന്യ പുരുഷന്മാരുമായി സൊറ പറഞ്ഞോ ഇടകലർന്നോ ഒരു ഉറൂസിനും വന്നാൽ, ഒരു സിയാറത്തിനു പങ്കെടുത്താൽ അത് മഹാന്മാരിഷ്ടപ്പെടില്ല, പൊരുത്തപ്പെടില്ല. അത് അവരെ അനാദരിക്കലാണ്. മഹാന്മാരെ അനാദരിച്ചാലോ? ഞാൻ പറയട്ടെ, ഈ മജ്‌ലിസ് നിസ്സാര മജ്‌ലിസല്ല, ഇത് വളരെ ആദരവുള്ള മജ്‌ലിസാണ്. ഈ മജ്‌ലിസിനോട് നമ്മൾ ആദരവ് കാണിക്കണം. ആ ആദരവ് കാണിക്കുന്നതിന് പകരം നമ്മൾ ഇതിനെ അവഗണിച്ചാലോ? ഇൽമിന്റെ മജ്‌ലിസ് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. മഹാന്മാരോടുള്ള മഹബ്ബത്തിന്റെ പ്രകടനം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള മഹബ്ബത്താണ്. ഇതെല്ലാം വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതൊക്കെ ഇങ്ങനെ ഇവിടെ നടക്കുമ്പോ നിന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബറക്കത്തുള്ള മജ്‌ലിസുകൾ ഇവിടെ നടക്കുമ്പോ അതിനെ അവഗണിച്ചാലോ, അതിനെ പരിഗണിക്കാതിരുന്നാലോ അതൊരു അദബ് കേടല്ലയോ? അത് മോശമല്ലയോ? ഞാൻ പറഞ്ഞില്ലേ,
മഹാന്മാരെ ഹദറത്ത് നേരത്തെ ഹയാത്തോടെ എവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അതേ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കൂല. നമ്മൾ അവരുടെ ഹദറത്തിൽ തന്നെ വന്നിരിക്കും. അവരെ ദുആ ഒന്ന് കിട്ടണം, അവരെ നസീഹത്ത് ഒന്ന് കേൾക്കണം, അവരുടെ മുഖമൊന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനൊന്ന് എനിക്ക് കഴിയണം എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ ഇരിക്കൂലേ? അങ്ങനെയല്ലേ വഫാത്തിനു ശേഷവും പ്രതികരിക്കേണ്ടത്? അവരെ നമ്മുടെ മുന്നിൽ ഹയാത്തിലില്ലെങ്കിലും നമ്മളെ അറിയുന്നുണ്ട്, നമ്മളെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. ആ നിലക്ക് ദറജയുള്ളവരാണ്. ആ ദറജയുള്ളവരോടുള്ള അദബ്, അവർക്ക് വേണ്ടിയുള്ള മജ്‌ലിസിനെ പരിഗണിക്കലാണ്. അത് അവഗണിച്ചാൽ അത് അനാദരവാണ്. ഔറത്ത് കാണിച്ച് സിയാറത്തിനും ഉറൂസിനും വന്നാൽ അതും അനാദരിക്കലാണ്. മഹാന്മാരെ അനാദരിച്ചാലോ അവരോട് ആദരവ് കാണിച്ചില്ലെങ്കിലോ അത് വലിയ നാശമാണ്. അതേ, നമുക്ക് ആഖിറം രക്ഷപ്പെടാനും ആഖിറം വിജയിക്കാനും വേണ്ടി നമ്മൾ ഇത്തരം മജ്‌ലിസ് സംഘടിപ്പിക്കുമ്പോ നമ്മൾ ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മളിൽ ഉണ്ടായിക്കൂടാ. ഇതെന്റെ വാക്കുകൾ പരിസരത്തു നിന്നും റോഡിന്റെ പാർശ്വങ്ങളിൽ നിന്നും കേൾക്കുന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോടും പെങ്ങന്മാരോടും സ്നേഹത്തോടെയുള്ള ഉപദേശമാണ്. എന്റെ മജ്‌ലിസ്, ഞാൻ വയല് പറയുന്ന മജ്‌ലിസിൽ ഇവിടെ വന്നിട്ട് ഇരിക്കണമെന്ന് ആള് കൂടണമെന്ന് വിചാരിച്ചിട്ടല്ല, അങ്ങനെ ഒരു പ്രൗഢി ആഗ്രഹിച്ചിട്ടുമല്ല. ഇവിടെ ആരെത്രയുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ നിശ്ചയിച്ച സമയം അല്ലാഹു തൗഫീഖ് ചെയ്താൽ അല്ലാഹുവിന്റെ കബൂലിയത്ത് കിട്ടാനും മഹാന്മാരുടെ പൊരുത്തം കിട്ടാനും ഞാനിവിടെ സംസാരിച്ചിട്ടേ പോകൂ. അതിലൊരു കുറവ് വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതേസമയം എൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാർ, എൻ്റെ കൂടെ ജീവിക്കുന്ന ചെറുപ്പക്കാർ, എൻ്റെ അതേ രീതിയിൽ ഈ ഉമ്മത്തിൽപ്പെട്ട പ്രിയപ്പെട്ട അംഗങ്ങൾ, ആ അംഗങ്ങൾക്കൊരപകടം സംഭവിക്കരുത്. അതെന്റെ ശരീരത്തിന് അപകടം പറ്റുന്നത് പോലെയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. അൽ മുഅ്മിനൂന കൽ ബുന്യാൻ, മുഅ്മിനീങ്ങളെ ഉപമ എങ്ങനെയാണ്? അതൊരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദാ. ആ കെട്ടിടത്തിന്റെ സ്വഭാവം എന്താണ്? അതേ, അതിന്റെ ഓരോ കല്ലും മറ്റൊരു കല്ലിനെ ശക്തിപ്പെടുത്തുകയാണ്. ആ കല്ലിൽ ഒന്നോ രണ്ടോ കല്ല് അടർന്നു പോന്നാൽ കെട്ടിടത്തിന്റെ സുരക്ഷിതത്വത്തിന് പ്രശ്നമാണ്. ആ നിലക്ക് അടന്നു മാറാതെ ചേർന്നു നിന്നുകൊണ്ട് കെട്ടിടത്തെ കല്ലുകൾ ശക്തിപ്പെടുത്തുന്നത് പോലെ ഈ ഉമ്മത്തിലെ ഓരോരുത്തരും പരസ്പരം ചേർന്നു നിന്ന് ഐക്യത്തോടെ സ്നേഹത്തോടെ അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കണമെന്ന് വിചാരിച്ച്, സുന്നത്ത് ജമാഅത്ത് വളർന്നു കാണണമെന്ന് വിചാരിച്ച് പരസ്പരം ചേർന്നു നിന്ന് ശക്തിപ്പെടുത്തേണ്ടവരാണ്, ശക്തിപ്പെടേണ്ടവരുമാണ്. കൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ. ഓ വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം മാറി നിൽക്കേണ്ടവരല്ല, തെറ്റി നിൽക്കേണ്ടവരുമല്ല. പ്രസ്ഥാനത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സംഘടനയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പാർട്ടിയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ വ്യത്യാസങ്ങളൊന്നും നമ്മെ മാറ്റി നിർത്തേണ്ടതല്ല, മാനസികമായി അകലം നിർത്താനുള്ളതല്ല, നമുക്കിടയിൽ വിയോജിപ്പുണ്ടാകാനുമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ വഴിയിലാണോ, ആ വഴിയിലുള്ളവർ ഈമാനുള്ളവരാണ്. ആ വഴിയിലില്ലാത്തവരോ മുത്തുനബിയെ അംഗീകരിക്കാത്തവരാണ്, അവിടുത്തെ വഴികളെ സ്വീകരിക്കാത്തവരാണ്, അവിടുത്തെ തിരുചര്യകളെ അംഗീകരിക്കാത്തവരാണ്. അത്തരക്കാരോട് നമുക്ക് യഥാർത്ഥത്തിൽ മഹബത്തില്ല. അവരും നന്നാകണമെന്ന ആഗ്രഹമുണ്ട്, അവരും ഈ വഴിയിൽ വരണമെന്ന ചിന്തയുണ്ട്, അവരും മുത്തുനബിയെ ഇത്തിബാ ചെയ്യുന്നതിൽ ചേർന്നു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന്റെ പേരിൽ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചെന്നു വരാം, അവരെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയെന്നു വരാം. അതേസമയം ആ ബിദ്അത്തിന്റെ വല
വലാലത്തിന്റെ വഴിയിൽ നിന്ന് മാറുന്നില്ലെങ്കിലോ പിന്നെ അവരോട് മഹബ്ബത്തില്ല, അവരോട് സ്നേഹമില്ല. കാരണം എന്തേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഹബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താണ്? അത് അല്ലാഹ്ക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. പടച്ചവന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവരില്ലേ, അവൻ കയറും ഇറങ്ങുമെന്ന് പറയുന്നവരില്ലേ, ജഗവൽകൃതമായ റബ്ബിനെ അവതരിപ്പിക്കുന്നവരല്ലേ സർവ്വ ബിദ്അത്തിന്റെ കക്ഷികളും. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ സമയത്തും ചേർന്നു നിൽക്കേണ്ട, എൻ്റെ ശ്വാസനിശ്വാസത്തിന്റെ സമയങ്ങൾക്ക് പോലും, ആ സന്ദർഭങ്ങളിലേക്ക് പോലും, എനിക്ക് ആ നിമിഷങ്ങളിൽ പോലും നിഅമത്ത് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബിനെ ചീത്ത പറഞ്ഞാൽ, അവമതിച്ചാൽ, മോശമായി ചിത്രീകരിച്ചാൽ, ആ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം വികലമാക്കിയിട്ട് ഈ ഉമ്മത്തിൽ നിന്നുള്ള ആളുകളെ പിഴപ്പിക്കാൻ ശ്രമിച്ചാൽ, അങ്ങനെ ശ്രമിക്കുന്നയാളോട് പിന്നെ എന്തിനാ മഹബത്ത്, പിന്നെ എന്തിനാ സ്നേഹം? ആ സ്നേഹം യഥാർത്ഥത്തിൽ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന സ്നേഹമല്ല. അൽ ഹുബ്ബു ഫില്ലാഹ്, എൻ്റെ അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന, അവനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന ആളോടെ എനിക്ക് സ്നേഹമുള്ളൂ. അല്ലാത്തവരോട് എനിക്ക് തരുമ്പും സ്നേഹമില്ല. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അത്തരക്കാരോട് എനിക്ക് വെറുപ്പാണ്. എന്തുകൊണ്ട് വെറുപ്പ്? റബ്ബിനെ മോശമായി അവതരിപ്പിച്ചത് കൊണ്ടുള്ള വെറുപ്പ്, അള്ളാഹുവിനെ മോശമായി അവതരിപ്പിച്ചത് കൊണ്ടുള്ള വെറുപ്പ്. ആ വെറുപ്പ് എനിക്ക് പ്രകടിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ബിദ്അത്തിനോട് കോംപ്രമൈസ് ഇല്ല, ബിദ്അത്തിനോട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അവരെ മുത്തുനബിയെ അംഗീകരിക്കാത്തവരാണ്, അനാദരിക്കുന്നവരാണ്. അള്ളാഹുവിനെ കുറിച്ച് മോശമായി പറയുക മാത്രമല്ല, കൽബാന്തരങ്ങളിൽ സ്നേഹത്തിന്റെ മനസ്സോടെ വിശ്വാസികൾ അഖിലവും കൊണ്ട് നടക്കുന്ന ലോകത്തിന്റെ നേതാവില്ലയോ റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്, അവിടുത്തെ വിശുദ്ധമായ വടികളിലൂടുള്ള സല്ലാപമാണ് ഈ സദസ്സിന്റെ അജണ്ടയായി, പ്രമേയമായി ആഗ്രഹിക്കുന്നത്. അത് കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, മുത്തുനബി ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണം. മദീന എന്ന വിശുദ്ധമായ മരുപ്പറമ്പ് മനസ്സിലുണ്ടാകണം. അതേ, ആ ഹബീബിലേക്ക് ചേരാനുള്ള വഴിയാണ് അവിടുത്തെ അഹ്ലു ബൈത്തിൽ പ്രധാനിയായ അസ്സയ്യിദ് അബ്ദുല്ലാഹി സഖാഫ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളില്ലയോ? അവിടുത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ഇരുത്തമില്ലേ, സമയം ചെലവഴിക്കലില്ലേ? അത് ഹബീബിനിഷ്ടമാണ്, അവിടുത്തേക്ക് വല്ലാത്ത താല്പര്യമുള്ളതാണ്. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദാ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഫള് വിശദീകരിച്ചിടത്ത് കൊണ്ടുവന്നല്ലോ. ഈ സദസ്സ് ചെറുതല്ല കേട്ടോ, നിസ്സാരമല്ല കേട്ടോ. ഇത് മുത്തുനബിയിലേക്ക് നമുക്ക് കണക്ഷൻ കിട്ടാനും സബബാകുന്ന സദസ്സാണ് കേട്ടോ. ആ കണക്ഷൻ എങ്ങനെയാ? അവിടുത്തെ രക്തത്തിൽ കടന്നു വന്ന പേരക്കുട്ടികളല്ലയോ ഈ ഹദറത്തിലുള്ളത്? അവരെ ചാരത്തല്ലയോ ഉള്ളത്? അവരുടെ അടുത്തു നിൽക്കാൻ പാവപ്പെട്ട റാഷിദ് യോഗ്യമാണോ? നമുക്ക് യോഗ്യതയുണ്ടോ? ഇല്ല, ഇല്ല.
എങ്കിലും അവരുടെ മഹബത്ത് വച്ചാൽ, അവരെ ഒന്ന് സ്നേഹിച്ചാൽ, അവരെ ഒന്ന് ആദരിച്ചാൽ അത് അവർക്ക് ഇഷ്ടമാകുമല്ലോ. അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടമാകുമല്ലോ. ആ ഇഷ്ടം കൊണ്ട് ഹബീബ് ഒന്ന് നമ്മളിലേക്ക് നോക്കിയാലോ, നമ്മളിലേക്ക് ശ്രദ്ധിച്ചാലോ, നമ്മെ ഒന്ന് സ്വീകരിച്ചാലോ, ഇത് പ്രതീക്ഷിച്ചല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ, അവലംബം ഒന്നുമില്ലാത്ത ആഖിർ സമാനിൽ ജീവിക്കുന്ന സാധുക്കളായ ഞങ്ങൾക്കൊരവലംബം വേണം, രക്ഷയുടെ ഒരു മാർഗം വേണം. ഞങ്ങൾക്ക് മുന്നേ നടന്ന ഇമാമുകൾ പാടിവച്ച വരികളാ. അഹ്ലു ബൈത്താണ് ഞങ്ങൾക്ക് അവലംബമായുള്ളത്. ആ അഹ്ലു ബൈത്തിൽ പ്രധാനിയായവരുടെ തിരുഹദറത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ഹബീബിലേക്ക് കൽബ് തിരിക്കുമ്പോ, ആത്മാവിനെ ചേർത്തു വെക്കുമ്പോ അതൊരു പിടിവള്ളിയായി, അതൊരു രക്ഷയുടെ വഴിയായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരെ സ്വീകരിച്ചങ്ങ് രക്ഷപ്പെടുത്തുന്ന അനുയായികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അമലുകളില്ലാത്ത ഞങ്ങൾക്ക്, അതേ തെറ്റുകൾ പലതും സംഭവിച്ചു പോയ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണത് കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് പറഞ്ഞല്ലോ. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദാ. അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്തോടെ ഒരാൾ ലോകത്തോട് പിരിഞ്ഞാൽ അയാൾ രക്തസാക്ഷികളുടെ സ്ഥാനം ലഭിക്കുന്ന, അലങ്കരിക്കുന്ന വിധത്തിൽ, അവരോടൊപ്പം ചേരാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ നിന്ന് പിരിയുന്നവരാണ്. കഴിഞ്ഞില്ല. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത സിദ്ദീഖാ. ഒരാൾ അഹ്ലു ബൈത്തിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞാൽ മാത സിദ്ദീഖാ, സിദ്ദീഖീങ്ങളെ കൂട്ടത്തിൽ പെടാൻ യോഗ്യതയുള്ള നിലക്കാണ് അയാൾ ലോകത്തോട് പിരിയുന്നത്. ചെറിയ കാര്യമല്ല, വലിയ സ്ഥാനമാണ്. ആ സ്ഥാനം ലഭിക്കണമെന്ന് കൊതിച്ചാണ് നമ്മൾ ഈ സദസ്സ് സംഘടിപ്പിച്ചത്, നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി നോക്കൂ, അതിന് നേരെ എതിർവശം. മൻ മാത അലാ ബുഗ്ദി ആലി മുഹമ്മദിൻ മാത കാഫിറാ. അഹ്ലു ബൈത്തിന്റെ ദേഷ്യം സമ്പാദിച്ചുകൊണ്ട്, അവരോട് കൽബിൽ വിരോധം വെച്ചുകൊണ്ട് ആര് ലോകത്തോട് പിരിഞ്ഞോ അവർ ഈമാനില്ലാതെ പിരിഞ്ഞവരാ. അത് പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അഹ്ലു ബൈത്ത് എന്നൊരു ടീം തന്നെ ഇല്ല എന്ന് പറയുന്നവരാണ് ബിദ്അത്തിന്റെ കക്ഷികള്. അങ്ങനെ ഒരു വിഭാഗം തന്നെ ഇല്ല. അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് ആദരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരാണ് മുത്തുനബിയുടെ തിരുചര്യയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ബിദ്അത്തിന്റെ കക്ഷികൾ കേട്ടോ. അത്തരക്കാരുടെ കെണിയിൽ നമ്മൾ പെട്ടുപോകണ്ട. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? അഹ്ലു ബൈത്തിനോടുള്ള ആദരവും സ്നേഹവും കാണിച്ച് നമ്മൾ ഇവിടെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നത് ഹബീബിലേക്ക് ഒരു കണക്ഷൻ കിട്ടാനാണ്. ആ കണക്ഷൻ ലഭിച്ചിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടാനാണ്. അങ്ങനെ രക്ഷപ്പെടണമെന്ന് കൊതിച്ചുകൊണ്ട് നൽകപ്പെടുന്ന സാധേ ആ നിലക്ക് സംഘടിപ്പിക്കും
സംഘടിപ്പിക്കപ്പെട്ട മജ്‌ലിസിന്റെ പരിസരത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമില്ലേ, അവരും മുത്തുനബിയുടെ ഉമ്മത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ, ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ. ആ ഭാഗ്യം ലഭിച്ചവര് അവർക്ക് അദബ് കേട് സംഭവിച്ചിട്ട്, അനാദരവ് അറിയാതെ സംഭവിച്ചിട്ട് അവര് നശിക്കുന്നത് കാണാൻ നമുക്കിഷ്ടമില്ലല്ലോ, നമുക്കത് സഹിക്കൂലല്ലോ, നമുക്കത് പൊറുക്കാൻ കഴിയുന്നതല്ലല്ലോ. ഈമാനുള്ളവരോട് ഉഖുവത്തിന്റെ ബന്ധമുള്ള നമുക്ക് മുഅ്മിനീങ്ങളെ മുഴുവനും പരസ്പരം ശക്തിപ്പെടുത്തണമെന്ന് പ്രവാചകര് പഠിപ്പിച്ചതുകൊണ്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിസരത്തു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും പെങ്ങന്മാരോടുമുള്ള ഒരു ഉപദേശമാണ്, നിങ്ങൾ ഈ മഹാന്മാരെയും മഹാന്മാർക്ക് വേണ്ടിയുള്ള മജ്‌ലിസിനെയും ഒന്നാദരിക്കണേ. അനാദരവ് വലിയ അപകടമാണ്. ഉണ്ടായില്ലല്ലോ, അവസാനം മോശമായി അവസാനിച്ചയാളാണല്ലോ, വലിയ പണ്ഡിതനായിരുന്നല്ലോ, തന്റെ ഇൽമില് വലിയ വിശാലത ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അമ്പിയാക്കളിൽപ്പെട്ട ആളുകളെ ഒരു ചെറിയ നിലക്ക് അനാദരവ് കാണിച്ചപ്പോൾ, അഹങ്കാരത്തിന്റെ ചെറിയ മനസ്സ് വന്നുപോയപ്പോൾ, ആ ഒരൊറ്റ കാരണം കൊണ്ട്, ആ അദബ് കേടിന്റെ കാരണം കൊണ്ട് അതേ സൂഉൽ ഖാത്തിമത്ത് അയാൾക്ക് സംഭവിച്ചു പോയല്ലോ. ചരിത്രത്തിൽ കാണാമല്ലോ, അദബുകളോടെ വല്ലതും മഹാന്മാരെ കുറിച്ച് പറഞ്ഞുപോയവർ, ആ പറഞ്ഞുപോയവരിൽ പലർക്കും സൂഉൽ ആഖിബത്ത് സംഭവിച്ചത് അറിയാമല്ലോ. അപകടം പിടിച്ച കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഇതറിയുന്നത് കൊണ്ട് അറിവുള്ളവര് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അത് മഹബ്ബത്തുള്ളതിന്റെ പേരിലാണ്, സ്നേഹത്തിന്റെ പേരിലാണ്, ആക്ഷേപിച്ചുകൊണ്ടല്ല, നിങ്ങളെ മോശമായി കണ്ടുകൊണ്ടുമല്ല. ഹൃദയാന്തരങ്ങളിൽ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്താണ്? പാപിയായ റാഷിദിനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് കിട്ടിയിട്ടൊന്ന് സ്വർഗത്തിൽ കടക്കണം. എനിക്ക് മാത്രം കടന്നാ പോരാ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ സർവ്വ ആളുകൾക്കും അതിന് ഭാഗ്യമുണ്ടാകണം. ഇവിടെ പരിസരങ്ങളിൽ വന്നു നിന്ന ആളുകൾക്കും അതിന് ഭാഗ്യമുണ്ടാകണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്വർഗീയ ആരാമത്തിലൊന്ന് സന്തോഷത്തോടെ ഈ മജ്‌ലിസിന്റെ സന്തോഷമടക്കം പങ്കുവെക്കുന്ന വിധത്തിൽ ഒന്നൊരുമിച്ച് കൂടണ്ടേ, ഒന്ന് പങ്കുചേരണ്ടേ, അതിന് നമുക്ക് ഭാഗ്യം കിട്ടണ്ടേ. അത് മാത്രം ആഗ്രഹിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം. നമ്മൾ മഹാന്മാരെ മഹത്വതയെ ആദരിക്കണം, ബഹുമാനിക്കണം. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി, മഹാന്മാരായ സ്വഹാബാക്കളുടെ രീതി. ആ രീതിയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതിൽ നിന്ന് വിരുദ്ധമായ ഒരു കാര്യവും നമുക്കുണ്ടായിക്കൂടാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. അനുധാവനത്തിന്റെ ആനന്ദവും ആസ്വാദനവും ഒന്ന് പറഞ്ഞു പോകുകയാണ്. വിഷയം എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയുമെന്നെനിക്ക് പ്രതീക്ഷയില്ല. ചില കാര്യങ്ങൾ മാത്രം ഞാനങ്ങ് പറഞ്ഞു പോകുകയാണ്.
ആ പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ചില പ്രതിജ്ഞ വേണം, ചില തീരുമാനങ്ങൾ വേണം. കണ്ടോ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാ, ഒരാളും വിശ്വാസിയാവില്ല ഏതുവരെ, അവരുടെ തടിയിച്ചയാകുന്നത് വരെ, തബഅൻ പിൻപറ്റുന്ന നിലക്കാകുന്നത് വരെ, ഞാൻ കൊണ്ടുവന്ന ഒരു കാര്യത്തോട് അനുകരിക്കുന്നതുവരെ, അനുധാവനം ചെയ്യുന്നതുവരെ, അനുസരിക്കുന്നതുവരെ ഒരാളും വിശ്വാസിയാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ അത് ശരീരത്തിന്റെ ഇച്ഛയാകുന്നത് വരെ ഒരാളും വിശ്വാസിയാവില്ല. ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. നമ്മളെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം, നമ്മളെ ഹവൻ നഫ്സിന്റെ താല്പര്യം എന്താണ്, നമ്മളെ ശരീരത്തിന്റെ ഇച്ഛ എന്താ? എന്റെ ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം നല്ലോണം നിസ്കരിക്കണം എന്നാണോ? ഒരുപാട് സുന്നത്ത് നിസ്കാരം നിർവഹിക്കണമെന്നാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. അമലിൽ ഹിർസ് വേണമെന്നാണ്, ഇബാദത്തിൽ താല്പര്യം വേണമെന്നാണ്, അത് മനസ്സറിഞ്ഞ് ചെയ്യണമെന്നാണ്. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സെവിടെയുണ്ടോ? ഇല്ല, എവിടെയോ എത്തിപ്പോയിട്ടുണ്ട്. അത് മനസ്സാന്നിധ്യത്തോടെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്തും ദുനിയാവിന്റെ മറ്റു പല കാര്യങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ആലോചിക്കുന്നത്. അതേ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു ജുസ് ഓതണം എല്ലാ ദിവസവും. ഇത് എന്റെ ആഗ്രഹമാണോ? നിങ്ങളെ ആഗ്രഹമാണോ? അങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ ഇരിക്കുമ്പോഴേക്ക് നമുക്ക് താല്പര്യമാണോ അല്ല മടുപ്പാണോ? നമ്മൾ ആലോചിക്കണം. നമുക്ക് മടുപ്പ് വരികയാണ്. 4 പേജ് ഓതുമ്പോഴേക്ക് പിന്നെ മറച്ചു വെക്കൂ. അല്ല, ഒരു ജുസുവിന് ഇനി എത്ര പേജാ ബാക്കിയുള്ളത്, ഇനിയും 5-6 പേജുണ്ട്, തൽക്കാലം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മളെ ഹവൻ നഫ്സിന്റെ കഥയാണ്. നമ്മളൊരു 100 തഹ്ലീൽ എലിയാൽ പടച്ചോനെ മൗലിയാരെ ഇനിയും തഹ്ലീൽ നീട്ടോ, അത് 200ലേക്ക് പോവോ 300ലേക്ക് പോവോ എന്ന ബേജാറിൽ നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങി. നമുക്ക് ആ തഹ്ലീലിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ആ തഹ്ലീലിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മളൊരു 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലുമ്പോ, ആ ചെല്ലുന്ന സമയത്ത് നമ്മളെ മനസ്സ് ആ ഇസ്തിഗ്ഫാറിൽ ഇല്ല. വേറെ എവിടെയാണ് നാവിങ്ങനെ ചലിക്കുന്നുണ്ട്, അധരം ഇങ്ങനെ ചലിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഖൽബ് അവിടെ ഇല്ല. കാരണം നമ്മുടെ ഹവൻ നഫ്സ് വേറെ ഇതിലാണ് താല്പര്യം. നമ്മളൊരു 100 സ്വലാത്തിലാണോ, ആ സ്വലാത്തിൽ എന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആ സലാത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ ഖൽബ് അവിടുന്ന് വിട്ട് നമ്മൾ മദീനത്തില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മനസ്സുകൊണ്ട് കാണുന്നില്ല. ആ ഹളറത്തു ശരീഫയിലേക്ക് നമ്മളെ ആത്മാവിനെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളെ വേറെ ചിന്തയിലാണ്, വേറെ താല്പര്യങ്ങളിലാണ്. നമ്മുടെ ശരീരത്തിന്റെ താല്പര്യത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ മഹത്തായ മജ്ലിസിൽ എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ ഹവൻ നഫ്സ് തെറ്റിലേക്കാണ് എപ്പോഴും പ്രചോദിപ്പിക്കുന്നത്. ഖൈറാത്തിനല്ല പ്രചോദിപ്പിക്കുന്നത്, ഖൈറാത്തിന് പ്രചോദിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഹവൻ നഫ്സു തന്നെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിടത്തെത്തണം. അങ്ങനെ പറഞ്ഞിടത്തെത്തിയാൽ എന്തുണ്ടാകും? ഖുർആൻ ഓതിയാൽ പൂതി മാറൂല. മൻ അറാദ മൂനിസൻ ഫൽ ഖുർആനു യക്ഫീ.
ആരെങ്കിലും ഒരു ടൈം പാസ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നേരം പോക്ക്, മൊബൈലിൽ ഗെയിം കളിക്കലാണ് നമ്മുടെ നേരം പോക്ക്. നമ്മളെ ഹവൻ നഫ്സിന്റെ രീതി അതാണ്. ചെറുപ്പക്കാര്, ന്യൂജൻ സൊസൈറ്റിയിലെ പ്രിയപ്പെട്ട കൂട്ടുകാര്, അവരെ ഏർപ്പാടെന്താണ്? അവർ സ്വന്തം പുരയിലാണ് നിൽക്കുന്നതെങ്കിലും മറ്റു പല വീടുകളിലും നിൽക്കുന്ന ആളുകൾ പരസ്പരം ഒന്നിച്ച് ഗെയിമാണ്, ഷൂട്ടിംഗ് ആണ്, അവിടെ യുദ്ധമാണ്, പലതുമാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുക നമ്മളെ മോമ്പെടുത്തുന്നുണ്ടല്ലോ, അല്ല, ആ മകൻ ചിലപ്പോ അങ്ങ് അമേരിക്കയില് വേറെ ഏതെങ്കിലും നാട്ടില് ഒക്കെയാണുള്ളത്. പുതിയ കാലത്ത് അങ്ങനെയാണ്. ആ കളി കളിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്നത് സ്നേഹമെന്ന വികാരമല്ല, നന്മയുടെ വികാരവുമല്ല, പിന്നെ എന്താണ്? മോശമായ വികാരങ്ങളാണ്. ആളെങ്ങനെ ശരിയാക്കില്ല, ഓനെങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലുക, ഈ നിലക്കുള്ള ഗെയിമുകളാണ്. അക്രമവാസന വർദ്ധിക്കുന്നുണ്ട് പുതിയ കാലത്ത്. പറഞ്ഞാൽ അതിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യം പറയേണ്ടി വരും. ഞാനതുകൊണ്ട് ദീർഘമായി അതിൽ കടന്ന് സംസാരിക്കുന്നില്ല. ആധുനിക സങ്കേതങ്ങളെ കൊണ്ടുള്ള അപകടങ്ങൾ വലിയതാണ്, വലിയ വിപത്താണ്. അതിന് ജാഗ്രതയോടെയാണ് സമീപിക്കേണ്ടത്. അതിന് നന്മയുടെ വഴിയിലേക്കാണ് ഉപയോഗിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ ഹവൻ നഫ്സ് ഇത്തരം ഗെയിമുകളിൽ അടിമപ്പെട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ അനാവശ്യമായ ബന്ധങ്ങളാണ്. സെക്സ്വൽ ചാറ്റിന്റെയും സൈബർ സെക്സിന്റെയും ലോകമാണ്. അങ്ങനെയുള്ള കാലത്ത് ഹറാമിലേക്ക് നമ്മുടെ ശരീരം ഇങ്ങനെ ചേരുകയാണ്. നമുക്ക് വേണ്ടാത്ത പാട്ട് കേൾക്കണം, കളി തമാശ കേൾക്കണം. ഇതാണ് നമ്മുടെ ഹവൻ നഫ്സ്. ഓ പെങ്ങളെ, നിങ്ങളെ മനസ്സും അങ്ങനെയാണ്. ചോദിക്കട്ടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങണമെന്നാ നിങ്ങളെ ചിന്തയുള്ളത്? നല്ല ഹിജാബോടെ ഇറങ്ങണമെന്നാണോ? നിങ്ങളെ ഹവൻ നഫ്സ് എന്താ പറയുന്നത്? എന്റെ ഭംഗിയൊന്നു കാണണം, എന്റെ പ്രൗഢിയൊന്നു കാണണം. അങ്ങനെ ശരീരം വെളിവാക്കിയിട്ട് പ്രൗഢമായ വസ്ത്രം ധരിച്ച് ആളുകൾ ആകർഷിക്കും വിധത്തില് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകളുണ്ടോ? ഉമ്മമാരുണ്ടോ? നിങ്ങളെ ഹവൻ നഫ്സ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞേടത്തല്ല, അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ അനാവശ്യമായ സംസാരങ്ങളിലാണ്, അന്യപുരുഷനോട് ചാറ്റിങ്ങിലാണ്, അവൻ നഫ്സ് അതിലാണുള്ളത്. മോളെ ചോദിച്ചോട്ടെ, മഗ്‌രിബിന്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് സൂറത്ത് യാസീൻ ഓതാറുണ്ടോ? നിങ്ങൾ ബുർദയുടെ വരികൾ നോക്കി ചെല്ലാറുണ്ടോ? പഴയ കാലത്തുള്ള സ്വഭാവം എന്താണ്? നമ്മളൊക്കെ വീട്ടിൽ മഗ്‌രിബിന്റെ ഇടയ്ക്ക് സൂറത്ത് യാസീൻ ഓതും. അത് ഖൽബുൽ ഖുർആനാണ്. മുത്തുനബി ഇഷ്ടപ്പെട്ട അധ്യായമാണ്, വലിയ ഫലമുള്ള അധ്യായമാണ്. ഞാൻ എന്റെ ഫളീലത്തിലേക്കും പോകുന്നില്ല. ആ ബഹുമാനമുള്ള സൂറത്ത് നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മാമയുണ്ട്, ഉപ്പാപ്പയുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്. അവരെ എല്ലാം മനസ്സിൽ കരുതിയിട്ട് നമ്മളത് പാരായണം ചെയ്യാറുണ്ടായിരുന്നല്ലോ. അതിന്ന് കാണാനില്ലല്ലോ. ഓ പെങ്ങളെ, ചെറുപ്പക്കാരാ, ആ ചര്യ എവിടെ പോയി? ചോദിക്കട്ടെ, ആ നല്ല സമയത്ത്, ബറക്കത്തുള്ള സമയത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകള് ഹദ്ദാദ് റാത്തീബ് ചെല്ലാറുണ്ടല്ലോ. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖുർആനിലും ഹദീസിലും വന്ന അദ്കാറുകളല്ലേ ക്രോഡീകരിച്ചത്, സ്വന്തമായി ഉണ്ടാക്കിയതല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ദിക്റിന്റെ ക്രോഡീകരണമല്ലയോ? അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ദിക്റല്ലയോ? അവന്റെ മഹത്വം പറയുന്ന ദിക്റല്ലയോ? രാവിലെയും വൈകുന്നേരവും ഈ തശഹുദിന്റെ വാചകം ചൊല്ലിയാൽ മഗ്‌രിബിന് ശേഷം 10 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സുബഹിയുടെ ശേഷം 10 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ മഗ്‌രിബിന്റെ സമയത്തും പ്രഭാതത്തിലും പ്രദോഷത്തിലും ആ ദിക്റ് ചൊല്ലിയാൽ
ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാന്റെ ദിമ്മത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഹബീബിന്റെ ചര്യയാണല്ലോ. ആ ചര്യയുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ മഹാന്മാരെ നോക്കൂ, അവര് സുബഹി നിസ്കാരം നേരത്തെ അതെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, എന്നിട്ട് സുബഹി നിസ്കരിക്കും. സുബഹി നിസ്കരിച്ചിട്ട് നമ്മളെ മാതിരി വേഗം പോയി കിടന്നുറങ്ങാറാണോ? അല്ല, നേരത്തെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങാറാണോ? അവരെ ഹവൻ നഫ്സ് എന്താണ്? ശരീരത്തിന്റെ താല്പര്യം എന്താണ്? അവർക്ക് നേരത്തെ ഉറക്കു തെളിഞ്ഞു പോയി റബ്ബിന്റെ മുന്നിലേക്ക് വിനയത്തോടെ അവർ അല്ലാഹുവിലേക്ക് കൽബ് ചേർത്ത് ചുവച്ചു പോയി. ഖുർആൻ പറഞ്ഞതുപോലെ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതേ അർദ്ധയാമങ്ങൾക്കിടയിൽ പാതിരാ സമയത്ത് പടച്ച റബ്ബിനെ പേടിച്ചിട്ട് കിടന്നേടത്തു നിന്ന് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. ഉറക്കം തന്നത് റബ്ബാണ്. മരണമായിരുന്നല്ലോ, ഒരർദ്ധ മരണമായിരുന്നല്ലോ. ആ മരണത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചതാരാണ്? അതേ റബ്ബാണ്. ആ റബ്ബ് തന്ന നിഅമത്താണ്. എന്റെ മുത്തുനബി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞ വാചകം എന്താണ്? അവിടുത്തെ ആധരങ്ങളിലൂടെ ചലിച്ച വാചകം എന്താണ്? ആ വാചകമല്ലേ ഞാൻ ചെല്ലേണ്ടത്? അങ്ങനെ ചെല്ലുമ്പോഴല്ലേ മഹബത്തിന്റെ വല്ലാത്ത സൗന്ദര്യം ഉണ്ടാകുന്നത്. ആ സൗന്ദര്യത്തെ മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ഹബീബിനോടുള്ള അനുധാവനമാണ്. എൻ്റെ റബ്ബ് എനിക്ക് തന്ന നിഅമത്താണ് ഈ ഉണർവ്, ഈ ദിവസത്തെ ഹയാത്ത്. അത് ചിന്തിച്ചുകൊണ്ട് ഓ സഹോദരാ പെങ്ങളെ, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്തു തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. എന്നെ മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവിപ്പിച്ചു. അതേ ഉറക്കെന്ന് പറയുന്നത് ഒരർത്ഥത്തിലുള്ള മരണമാണ്. ആത്മാവ് ശരീരത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞല്ലോ. അതെന്റെ റബ്ബിനോടുള്ള സ്നേഹമാണ്. അതേ സമയം ആ വാചകം ഞാൻ ഉച്ചരിക്കുമ്പോൾ ഉണർവിലും ഉറക്കിലും അനക്കത്തിലും അതേ അടക്കത്തിലും എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ കൂടെ വരുന്നൊരു നായകനില്ലയോ, ഒരു നേതാവില്ലയോ? എൻ്റെ ജീവിതത്തിൻ്റെ സർവാധി സുഖങ്ങളും ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ നായകരില്ലയോ? എന്തൊരു സ്നേഹമാണ് ആ മുത്തുനബിക്ക്, എന്തൊരു താല്പര്യമാണ് ആ ഹബീബിന്. അതേ അവിടുന്ന് പറഞ്ഞ ഹദീസുകളൊന്ന് നോക്കിയാൽ ആ സ്നേഹം മനസ്സിലാകുമല്ലോ. അത് കൂടുതൽ പറയാൻ ഇവിടെ സമയമില്ല. അതേ മുത്തുനബി പറയുന്നു, വൈകുന്നേര സമയം നിങ്ങളെ മക്കളെ, ചെറിയ മക്കളെ നിങ്ങൾ പുറത്തേക്ക് വിടരുത്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അല്ലാഹുവിന്റെ ചില സൃഷ്ടികൾ ഭൂമിയിൽ വിഹരിക്കുന്ന സമയമാണ്. നമ്മുടെ ഉമ്മാമ്മമാര് പറയും, ഉപ്പാപ്പമാര് പറയും, മഗ്‌രിബിന്റെ സമയമായാൽ മക്കളെ പുറത്തേക്ക് വിടല്ല. അത് പേരക്കുട്ടികളോടുള്ള സ്നേഹമാണ്, താല്പര്യമാണ്. എന്നാൽ ആ ഉമ്മാമയ്ക്കുള്ള സ്നേഹത്തെക്കാൾ, ഉപ്പാപ്പയ്ക്കുള്ള സ്നേഹത്തെക്കാൾ നമ്മളോട് സ്നേഹമുള്ള നേതാവാരാണ്? താല്പര്യമുള്ളവരാരാണ്? മഹബ്ബത്തുള്ളവരാരാണ്? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ.
പെങ്ങന്റെ ഉമ്മയാണോ അല്ല വാപ്പയാണോ? സ്വന്തം ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും അനുഭവിക്കാൻ കഴിയാത്ത മാതൃസ്നേഹവും പിതൃസ്നേഹവും ഞാൻ അങ്ങയിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്നുകൊണ്ട് ലോകാവസാനം വരെയുള്ള ഉമ്മത്തിലെ പ്രിയപ്പെട്ട മക്കളുടെ സുരക്ഷിതത്വത്തെ ആഗ്രഹിച്ചിട്ട് ഓറൂബിന്റെ സമയത്ത് നമ്മുടെ മക്കൾക്കൊന്നും സംഭവിക്കരുതെന്ന് സ്നേഹത്തോടെ ഉപദേശം പറഞ്ഞ നേതാവിന്റെ വാത്സല്യമൊന്ന് നിങ്ങൾ അറിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല. പെങ്ങന്മാരെ, ഉമ്മമാരെ, പറഞ്ഞല്ലോ, രാത്രി ഉറങ്ങുമ്പോൾ വിളക്കണക്കാതെ ഉറങ്ങല്ല. അടുപ്പിൽ തീ പുകച്ചിട്ടുണ്ടെങ്കിൽ അത് കെടുത്താതെ ഉറങ്ങരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാത്രിയിൽ നിങ്ങൾ വിളക്കണക്കാതെ ഉറങ്ങുമ്പോൾ വല്ല ഫഅറത്തും എലിയും വന്ന് തട്ടി മാറ്റിയാൽ, നിങ്ങളെ വെരുപ്പിലേക്ക് മറഞ്ഞാൽ തീ പിടിച്ച് കത്തിപ്പോകുമല്ലോ. രാത്രി അടുപ്പിൽ തീ അണച്ചിട്ടുണ്ടെങ്കിൽ അണക്കൽ സുന്നത്താണ്. അതേ വീടിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് പാകം ചെയ്ത പാത്രത്തിൽ ഭക്ഷണമുണ്ടെങ്കിൽ അതടച്ചു വെക്കൽ സുന്നത്താണ്. അത് ഹബീബ് പഠിപ്പിച്ചതാണ്. ഭക്ഷണം കഴിച്ചു വെച്ച പാത്രങ്ങളുണ്ടെങ്കിൽ അത് കഴുകാതെ ബേസിനിലിട്ട് പോകല്ലേ പെങ്ങളെ. അത് ഹബീബ് ഇഷ്ടപ്പെടാത്തതാണ്. അതിൽ ഭക്ഷണത്തിന്റെ അംശം അവശേഷിക്കുമ്പോൾ, ആ ഭക്ഷണ പദാർത്ഥം പഴകുമ്പോൾ, ബാക്ടീരിയകൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, അതിന്റെ പാർശ്വഭാഗങ്ങളിൽ പറ്റിപ്പിടിക്കുമ്പോൾ, അതിനെ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ രോഗത്തിന് കാരണമാകും. മുത്തുനബി പറഞ്ഞു, ഭക്ഷണം കഴിച്ച പാത്രം രാത്രി കഴുകാതെ വെച്ചേക്കല്ല, അത് ദാരിദ്ര്യം വരാൻ കാരണമാകുമെന്നാണ്. ചികിത്സിച്ചാൽ പൈസ മതിയാകൂല ചിലപ്പോ, അപ്പം പിന്നെ ദാരിദ്ര്യം വരും. നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്നേഹമാണ് മുത്തുനബിയോടുള്ള അനുകരണം. അത് സ്നേഹാതുരമാകണം, അത് മനസ്സറിഞ്ഞുകൊണ്ടാകണം, അത് വല്ലാത്ത മഹബത്തോടെയാകണം. അങ്ങനെയായി മാറാനുള്ള ചില എക്സാമ്പിളുകളാണ്, ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓ സഹോദരങ്ങളെ, 14 നൂറ്റാണ്ടുകൾക്ക് പുറത്ത് ജീവിക്കുമ്പോഴും ഞാൻ അടുക്കളയിൽ നിന്ന് എൻ്റെ പെങ്ങളെ നിങ്ങളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ ആ സമയത്ത് സ്നേഹത്തോടെ ഒരു ഉപദേശം നമ്മളുടെ കിഴവിടിനടുത്ത് വന്ന് മന്ത്രിക്കുന്നൊരു നേതാവുണ്ട്. ആ നേതാവിനെ നിങ്ങൾ ആ സമയത്തൊന്നു കണ്ടാൽ നിങ്ങൾക്ക് ആ വാചകം കേൾക്കാൻ പറ്റുമല്ലോ. അവിടുത്തെ തിരുചര്യയായി പഠിപ്പിക്കുന്നത് വിളക്കണക്കണമെന്നാണ്, തീയണക്കണമെന്നാണ്. ഭക്ഷണം അതേ ബാക്കിയുള്ളത് അടച്ചു വെക്കണമെന്നാണ്. അതേ കടിച്ച പാത്രം വൃത്തിയാക്കണമെന്നാണ്. അതവിടെ നിന്ന് കിച്ചണിൽ നിന്ന് നമ്മളോട് ഉപദേശിക്കുകയാണ്. ഇനി ഉറക്കിലേക്ക് വരുമ്പോഴോ അവിടെയുമുണ്ടല്ലോ ഹബീബ്. ബാത്റൂമിലേക്ക് പോകുമ്പോഴോ അവിടെയും വന്ന് മന്ത്രിക്കുന്നുണ്ടല്ലോ. ഇറങ്ങി വരുമ്പോഴോ അവിടെയും വന്ന് മന്ത്രിക്കുന്നല്ലോ. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴോ ഹബീബ് വന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഇടതുകാല് വെച്ചെടുത്തു വെച്ചിറങ്ങിക്കോളൂ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ
ബില്ലാ, ഒന്ന് പറഞ്ഞേക്കോ. കൂടെ ജീവിക്കുന്നില്ല അതേ ബാഹ്യമായ ലോകത്ത്, പക്ഷേ ആത്മീയമായ ലോകത്ത് നമ്മുടെ അരികിലുണ്ടല്ലോ, പരിസരത്തുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, എൻ്റെ കാലെടുത്തു വയ്ക്കുമ്പോൾ, ആ സമയത്ത് എൻ്റെ അധരങ്ങൾ ചലിക്കുമ്പോൾ, ഇവിടെയെല്ലാം നമ്മൾ ആരെയാ കാണുന്നത്? എന്നെ ഇഷ്ടം വെച്ച നബിയെയാണ്, എൻ്റെ സംരക്ഷണം ആഗ്രഹിച്ച നബിയെയാണ്, എൻ്റെ സുരക്ഷിതത്വം കൊതിച്ച നബിയെയാണ്. അഹല്ല ഉമ്മതഹു ഫി ഹർസി മില്ലതിഹി കല്ലൈതി അല്ലമ അൽ അശ്ബാലി ഫി ആജമി. ചെല്ലാവേശത്തോടെ ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സിംഹത്തെ കണ്ടോ നിങ്ങൾ? കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ സംരക്ഷണത്തിനു വേണ്ടി ജടവിരിച്ച് ജാഗ്രതയോടെ കഴിയുന്ന സിംഹം കണ്ടോ? സിംഹത്തെ കണ്ടോ? എന്നാൽ അങ്ങനെയുള്ളൊരു സിംഹം കാണിക്കുന്ന കുഞ്ഞിന്റെ സംരക്ഷണത്തിനു വേണ്ടി കാണിക്കുന്ന ജാഗ്രതയേക്കാൾ സുരക്ഷിതത്വമുണ്ടാക്കാൻ സ്നേഹത്തോടെ സംരക്ഷണം ഒരുക്കുന്ന നേതാവാരെന്നറിയുമോ? അതെത്ര കാലം പിന്നിട്ട അനുയായിയാണെങ്കിലും, ഏതു നാട്ടിൽ ജീവിക്കുന്ന അനുയായിയാണെങ്കിലും, ഏത് കുടുംബത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിലും, ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ആ സർവ്വജനങ്ങളുടെയും സംരക്ഷണം കൊതിച്ച് സുരക്ഷിതത്വം ഒരുക്കുന്നതിനു വേണ്ടി ജാഗ്രതയോടെ നിൽക്കുന്നൊരു നേതാവിനെ നിങ്ങൾ കണ്ടോ? അതേ ഹദീസിൽ ഉപമിച്ചല്ലോ. ആളിക്കത്തുന്ന തീയുണ്ടല്ലോ, ആ തീയിലേക്ക് അതാ ഈ ആമ്പാറ്റകൾ ഓടിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോഴതാ തൂക്കുണ്ടത്തിന്റെ കുറച്ച് മുന്നിലായി ഒരാള് വന്നു നിൽക്കുന്നല്ലോ. ഈ ചീറി അതേ പാറി വരുന്ന ഈ ആമ്പാറ്റകളെ ആ വ്യക്തി തടഞ്ഞു നിർത്തുന്നല്ലോ, അതിനെ തടഞ്ഞു നിർത്തുന്നല്ലോ. പക്ഷേ ആ തടസ്സത്തെയും മറികടന്ന് പോകുന്ന ചില പാറ്റകളുണ്ടല്ലോ. ആ പാറ്റകൾ തീക്കുണ്ടത്തിൽ ഞെരിഞ്ഞമർന്ന് കരിഞ്ഞു പോകുന്നല്ലോ. ഇതെന്തിന്റെ ഉപമയാണെന്നറിയുമോ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് നൽകുന്ന സംരക്ഷണത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ പ്രതികരണം ഹദീസിന്റെ വചനത്തിലൂടെ പഠിപ്പിച്ചതാണ്. നരകാഗ്നിയിലേക്ക് ഈ ആമ്പാറ്റകളെ പോലെ മനുഷ്യരാകുന്ന നമ്മളിൽ പലരും ഓടിയടുക്കുമ്പോ ആ വഴിയിലുണ്ടേ ഒരു നേതാവ്. ആ നേതാവ് രണ്ട് കൈകളും നീട്ടി തടസ്സം നിൽക്കുന്നുണ്ട്, തടസ്സപ്പെടുത്തുന്നുണ്ട്, പോകല്ലാന്ന് പറയുന്നുണ്ട്. ആ തടസ്സത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹത്തോടെ അതിനോട് വിധേയപ്പെട്ട് തന്റെ അവൻ നഫ്സിനെ, അമ്മാറത്തും ബിസ്സൂ ആകുന്ന അവൻ നഫ്സിനെ ഹബീബ് പറഞ്ഞെടുത്ത് അവൻ നഫ്സാക്കി മാറ്റിയിട്ട് വിധേയപ്പെട്ടു കൊടുത്താൽ നമ്മളതാ രക്ഷപ്പെട്ടു പോയല്ലോ. അതേസമയം അതിനെ പരിഗണിക്കാതെ അതിനെയും മറികടന്ന് പാറ്റകൾ ഓടിപ്പോയപ്പോൾ സംഭവിച്ചതുപോലെ പലർക്കും സംഭവിക്കാമല്ലോ. ചെറുപ്പക്കാരാ, ഹറാമും പറഞ്ഞ് ഫിത്നയും ഫസാദും പറഞ്ഞ് മൊബൈലിലൂടെ അതാ വേണ്ടാത്ത ചാറ്റിങ്ങും നടത്തിയിട്ട്, വേണ്ടാത്ത ഗെയിമും നടത്തിയിട്ട് അതേ നമ്മുടെ ആയുസ് മുഴുവനും വേസ്റ്റാക്കി
മനസ്സിലാക്കിയിട്ട് ഖൈറാത്തുകളിൽ നിന്ന് മനസ്സ് തിരിച്ച് അതേ പൈശാചികത്വത്തിലേക്ക് പോകുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോ നിങ്ങൾ ഈ മറികടന്നു പോകുന്ന ഈയാമ്പാറ്റകൾക്ക് സമാനമാണ്. ഹബീബ് സംരക്ഷണം നൽകാൻ വേണ്ടി കൈവിരിച്ചു നിൽക്കുമ്പോ അത് കാണാതെ മറികടന്നു പോകുന്നവരാണ് പെങ്ങളെ. അനാവശ്യമായി അതാ അങ്ങാടിയിലേക്കും പർച്ചേസിങ്ങിനും അതേ മറ്റു പലതിനും വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുഖം മറക്കാതെ, മാറു മറക്കാതെ, ഔറത്ത് മറക്കാതെ നിങ്ങളിങ്ങനെ നടക്കുന്ന നടത്തമില്ലയോ? വഴിയോരത്ത് വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരന് നമ്പറും കൈമാറിയിട്ട് പിന്നെ ആരും അറിയൂലെന്ന് വിചാരിച്ചിട്ട് അതേ വാട്സപ്പിലൂടെ സൊറ പറയുന്ന ഏർപ്പാടില്ലയോ പെങ്ങളെ? ഭർത്താവ് വിദേശത്താകുമ്പോ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി തനിച്ച് ഹറാമിന് സമയം ചെലവഴിക്കുന്ന ഓ എൻ്റെ പെങ്ങളെ, നിങ്ങളെ പോക്കെവിടക്കാന്നറിയോ? നമ്മുടെ സംരക്ഷണത്തിനു വേണ്ടി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടസ്സപ്പെടുത്തി നിൽക്കാൻ വേണ്ടി ജാഗ്രതയോടെ നിലകൊള്ളുമ്പോൾ അതിനെയും മറികടന്ന് ഓടിപ്പോകുന്ന പറന്നു പോകുന്ന ഈയാമ്പാറ്റകൾക്ക് സമാനമാണ് നിങ്ങളെ പോക്ക് പെങ്ങളെ, നിങ്ങളെ പ്രവർത്തനം പെങ്ങളെ. ആലോചിക്കണം. മുത്തുനബി കൽബ് പൊട്ടി പറഞ്ഞു, നരകം എനിക്ക് കാണിക്കപ്പെട്ടു. കണ്ടപ്പോൾ അതിൻ്റെ വാസികളിൽ കൂടുതൽ പെർസെന്റേജ് ആരാൾ? അത് സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് റബ്ബ് തആല നൽകുന്ന ശിക്ഷയെ കുറിച്ച് അതാ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതേ, ആ വിശദീകരണം നോക്കിയാൽ വലിയ ബേജാറല്ലേ? ഒരു പറ്റം സ്ത്രീകളെ അല്ലാഹു ശിക്ഷിക്കുകയാണ്. തലമുടി ബന്ധിച്ചിട്ടുണ്ട്, സ്ത്രീകള് ബന്ധിച്ചിട്ടുണ്ട്. അതേ, കാലിനോട് തലമുടി ബന്ധിച്ചവരുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ ശിക്ഷ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ആ ഭയാനകമായ ശിക്ഷയ്ക്ക് ഓരോരോ സബബുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. തലമറക്കാതെ നടക്കുന്നവരുടെ തലമുടി ബന്ധിക്കപ്പെട്ടു. ഭർത്താക്കന്മാരെ വഞ്ചിച്ച സ്ത്രീകളെ അതേ അവരുടെ ഹൃദയങ്ങളെ ബന്ധിച്ച് അവരെ പീഡിപ്പിക്കുന്നു. ഗീബത്തും നമീമത്തും പറഞ്ഞ സ്ത്രീകളെ അവരെ നാക്ക് വലിച്ച് പുറത്തിട്ടിട്ട് തീക്കനകൾ ഇങ്ങനെ കുത്തി നിറച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഭയാനകമായ ശിക്ഷയുടെ രൂപങ്ങള് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ ആ മകള് കൽബ് പൊട്ടിയല്ലോ, ബേജാറായല്ലോ. ആ ബേജാറ് ചില്ലറ ബേജാറല്ലല്ലോ. പെങ്ങന്മാരെ, ഹറാം പരിഗണിക്കാതെ തോന്നിവാസത്തിലായി ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതാ ദീൻ അപരിഷ്കൃതമാണെന്ന് വിചാരിച്ച് അതിന്ന് നമുക്കൊന്നും കൊണ്ട് നടക്കാൻ പറ്റൂല. ഇന്ന് കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണ്ടേ, ആസ്വദിക്കണ്ടേ, എന്റെ കൂടെ പഠിക്കുന്നവരുടെ അനുസരിച്ച് ഞാനും പോകണ്ടേ, എന്റെ ഫ്രണ്ട്സിനനുസരിച്ച് ഞാൻ ഡ്രസ്സ് ധരിക്കണ്ടേ, അവര് വിളിക്കുമ്പോ ഞാൻ എവിടേക്കും ടൂറ് പോകണ്ടേ, ഇങ്ങനെയൊക്കെ ന്യായം പറഞ്ഞിട്ട് പുതിയ കാലത്ത് അതൊന്നും ഇല്ലെങ്കിൽ
എങ്ങനെയാ നടക്കുക എന്ന ന്യായം പറഞ്ഞിട്ട് പച്ചയായ ഹറാമിനെ ലളിതവൽക്കരിക്കുന്ന പെങ്ങളെ, നരകാഗ്നിയിൽ നിങ്ങളെ കാത്തു നിൽക്കുന്ന അദാബാണ് കേട്ടോ. ആ അദാബിനെ കുറിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞല്ലോ. കരയുക മാത്രമാണോ, തന്റെ മൗത് വഫാത്തിന്റെ സമയം വരെ വല്ലാത്ത സൂക്ഷ്മത കാണിച്ചല്ലോ. അതേ വഫാത്തിന്റെ ദിനമായപ്പോഴോ പെങ്ങളെ, സ്വർഗത്തിലെ നിങ്ങളെ നേതാവാരാണ്? അത് മുത്തുനബിയുടെ ഇഷ്ടപ്പെട്ട പുത്രിയാണ്. ഫാത്തിമത്തു ഖിത്അത്തും മിന്നി, ഫാത്തിമത്തു ഖിത്അത്തു കബദി. ഹബീബ് വല്ലാതെ ഇഷ്ടപ്പെട്ട മോളാൻ. ആ ഇഷ്ടത്തെ കുറിച്ച് പറയാൻ ഇവിടെ സമയമില്ല. നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്, വായിക്കുന്നത് നല്ലതാണ്. പുതിയ കാലത്തെ രക്ഷിതാക്കള് മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് പഠിക്കാൻ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള ഇടപെടക്കം എങ്ങനെയാണ്, ഇടപാടെങ്ങനെയാണ്, സ്നേഹപ്രകടനം എങ്ങനെയാണ് എന്നൊന്ന് പഠന വിധേയമാക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അടക്കൊന്ന് നസീഹത്ത് നടത്തുന്നു. മക്കൾ പറഞ്ഞിടത്ത് വരാതിരിക്കുമ്പോ, അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പോകാതിരിക്കുമ്പോ നമുക്ക് വല്ല പിഴവുമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ അതവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സ്വർഗീയ ലോകത്തുള്ള സ്ത്രീകളെ നേതാവ് അത് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയാണ്. വഫാത്തിന്റെ ദിവസമെത്തിയല്ലോ. ആ ദിവസം മുത്തുനബി വഫാത്തിന്റെ സമയത്ത് പറഞ്ഞു കൊടുത്തതാണല്ലോ. ദിവസം വന്നപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും അടുത്തു വിളിച്ച് വസിയ്യത്ത് ചെയ്യുകയാ. ആ മക്കളെ കൊണ്ട് പൊരുത്തം ചോദിക്കുകയാ. അവരെ കുളിപ്പിച്ചു വൃത്തിയാക്കി നല്ല ഡ്രസ്സ് ധരിപ്പിച്ച് അവരോട് സ്നേഹത്തോടെയുള്ള ഉപദേശം നടത്തുകയാ. ആ ഉപദേശം നടത്തി കഴിയുമ്പോഴാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ആ വരുന്ന സമയത്തുള്ള സാഹചര്യം കണ്ടപ്പോൾ അലിയാര് തങ്ങൾക്ക് മനസ്സിലായി, ഇതുമല്ലാത്തൊരു മാറ്റമുണ്ടല്ലോ, ഇത് സാധാരണക്ക് വിരുദ്ധമാണല്ലോ. പതിവിന് വിരുദ്ധമായ ചില രീതികൾ കാണുന്നു. ചോദിച്ചു, ഫാത്തിമ, എന്താണ് പ്രത്യേകിച്ചൊരു വല്ലാത്ത മാറ്റം? മക്കളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സ്നേഹത്തോടെയുള്ള ഉപദേശം ആ നിലക്ക് അന്വേഷിച്ചപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ അലിയാരു തങ്ങളെ, നിങ്ങളോടും എനിക്ക് ചിലത് പറയാനുണ്ട്. എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണിത്. എന്റെ ഹബീബ്, പ്രിയപ്പെട്ട പിതാവ് എനിക്ക് വാഗ്ദത്തമായി പറഞ്ഞ ദിവസമെത്തിയിരിക്കുന്നു. ഞാൻ ഇന്ന് പിരിയുകയാ. ഈ മക്കളെ നിങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചില വസിയ്യത്തുകൾ ചെയ്യുകയാണ്. ആ വസിയ്യത്തിലേക്ക് എന്റെ ഉമ്മമാരെ കൽബ് വരാനാണ് ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത്. ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ അലിയാരു തങ്ങളെ, ഞാൻ വഫാത്തായാൽ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യിത്ത്, ആ മയ്യിത്ത് കുളിപ്പിക്കേണ്ടതാരാ? അത് നിങ്ങളാ. എന്റെ ശരീരത്തിൽ ഹയാത്തുകാലത്ത് സ്പർശിച്ചത് നിങ്ങളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ സ്പർശിച്ചാൽ മതി. ഇനി എന്റെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോഴും കുളിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെ.
ഇനിയോ എന്റെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ളതുപോലെ അതേ തുറന്ന മയ്യിത്ത് കെട്ടിൽ എന്റെ ശരീരം കൊണ്ടുപോകരുത്. പിന്നെയോ ഇറാഖിലൊക്കെ പോലെയുള്ള, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്, മൂട് പലകയുള്ള മയ്യിത്ത് കെട്ടിലുണ്ട്. ആ മയ്യിത്ത് കെട്ടിലേ എന്റെ മയ്യിത്ത് കൊണ്ടുപോകാവോ? ഇത് രണ്ടാമത്തെ വസൂയത്താ. മൂന്നാമത്തെ വസൂയത്തോ അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞു, എന്റെ മയ്യിത്ത് പകലിൽ കൊണ്ടുപോകരുത്, രാത്രിയിലെ എന്റെ മയ്യിത്ത് കൊണ്ടുപോകാവോ? മൂന്നാമത്തെ വസൂയത്തോ എന്റെ ശരീരം ഖബറിൽ എടുത്തു വെക്കേണ്ടത് അങ്ങാ മറ്റൊരാളും എടുത്തു വെക്കില്ല. ഈ മൂന്ന് വസൂയത്ത് ചെയ്ത് അതേ പൊരുത്തം ചോദിച്ച് ലോകത്തോട് പിരിയുമ്പോ, ഓ പെങ്ങളെ, ആ സമയത്ത് അലിയാര് തങ്ങള് ചോദിക്കുന്നു, ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വസൂയത്ത്? മരിച്ചാലെല്ലാം അവസാനിച്ചില്ലേ, പിന്നെ ഒന്നും തക്ലീഫില്ലല്ലോ. അലിയാര് തങ്ങള് ചോദിച്ചപ്പോ മഹദി അവർകൾ പറഞ്ഞ മറുപടി, ഓ അലിയാരു തങ്ങളെ, ഞാൻ വലിയ ഹയാ ഉള്ള സ്ത്രീയാണ്, എന്റെ ശരീരത്തിൽ മറ്റൊരാളെ തൊടുന്നത് എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല. അതെന്റെ മയ്യിത്താണെങ്കിലും ശരി, ഒരു അന്യപുരുഷനും കഫൻ ചെയ്ത് എന്റെ ശരീരത്തിന്റെ മേലിൽ തൊടുന്നത് എനിക്ക് ഇഷ്ടമില്ല. മയ്യിത്തായി എന്നെ കൊണ്ടുപോകുമ്പോഴും എന്റെ തടിയുടെ വലുപ്പവും വണ്ണവും ആ കഫൻ ചെയ്ത തുണിയിൽ വെച്ച് അത് പൊതിഞ്ഞത് കാണുമ്പോൾ ആളുകൾ അന്യപുരുഷന്മാരെ കാണുമല്ലോ. അത് അവരുടെ ദൃഷ്ടിയിൽ പെടുന്നത് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ്. മയ്യിത്ത് കട്ടിൽ ഇങ്ങനെയാകണമെന്നും കൊണ്ടുപോകുന്നത് രാത്രിയാകണമെന്നും വസിയ്യത്ത് പറഞ്ഞത് എന്ന് അലിയാര് തങ്ങളോട് വിശദീകരിക്കുമ്പോ, മരിച്ച മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ പോലും എന്റെ തടിയുടെ വണ്ണം അറിയരുത്, വലുപ്പമറിയരുത്, അന്യപുരുഷൻ ശ്രദ്ധിക്കരുത്, അന്യപുരുഷൻ സ്പർശിക്കരുത് എന്ന വല്ലാത്ത സൂക്ഷ്മത കാണിച്ച് ജീവിച്ചു കഴിഞ്ഞു പോയ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അവരുടെ കൂടെയല്ലേ ഉമ്മ പെങ്ങന്മാരെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടേണ്ടത്. അങ്ങനെ ഒരുമിച്ച് കൂടണമെങ്കിൽ ഔറത്തും കാണിച്ച് നടന്നാൽ നമുക്കതിന് ഭാഗ്യം കിട്ടുമോ? അന്യപുരുഷനെ കാണുമ്പം ക്യാമ്പസിൽ ചെല്ലുമ്പം ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ അത് നടക്കുമോ? അതേ ഇടുങ്ങിയ ഡ്രസ്സും ധരിച്ചിട്ട് തന്റെ ശരീരത്തിന്റെ വടിവും വിടവും ഒക്കെ കാണുന്ന വിധത്തില് പുതിയ ഫാഷന്റെ പേരിൽ ഡ്രസ്സും ധരിച്ചിട്ട് പുറത്തേക്കിറങ്ങിയാൽ നിന്റെ ഫ്രണ്ട്സിനോട് ഒപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത, അവിടുന്ന് പഠിപ്പിക്കാത്ത, അവിടുന്ന് നിർദ്ദേശിക്കാത്ത രീതികൾ സ്വീകരിച്ചാൽ പെങ്ങളെ ആഖിറത്തിൽ രക്ഷപ്പെടുമോ? മുത്തുനബി വിശേഷിപ്പിച്ച വ്യത്യസ്ത രീതിയിലുള്ള അദാബ് അനുഭവിക്കേണ്ടി വരൂലേ? മഹാന്മാരായ സാദാത്യങ്ങളെ ഓർമ്മിക്കുന്ന ഈ മജ്‌ലിസിൽ എൻ്റെ ഉമ്മപെങ്ങന്മാരോട് സ്നേഹത്തോടെ പറയുന്നു, ദുനിയാവിന്റെ രസങ്ങളും ഫാഷനും രൂപഭാവങ്ങളും ഒന്ന് വലിച്ചെറിയൂ. ഈമാന് പൂർണ്ണമാകണോ? ഞാൻ കൊണ്ടുവന്നതിനെ ഞാൻ ഉദാപനം ചെയ്യണം, അതിനെ സ്വീകരിക്കണം. അതടങ്ങാറായിട്ടല്ല, അതൊരു പ്രയാസമായിട്ടല്ല, ഞാനൊരു മോശമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടുമല്ല. ലോകത്തിന്റെ നേതാവിനോടുള്ള സ്നേഹത്തിന്റെ മനസ്സ് കൽബിലുണ്ടോ? ആ കൽബിലുള്ളവർക്ക് ഇതൊരു ആസ്വാദനമാണ്, ഇതൊരു സന്തോഷമാണ്, ഇതൊരു അഭിമാനമാണ്. ചെറുപ്പക്കാരെ, പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതാ ഒരു അഭിമാനം തോന്നണം, ദിക്റിന്റെ മജ്‌ലിസിലേക്ക് വരാൻ അഭിമാനം തോന്നണം, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് അഭിമാനം തോന്നണം. എവിടെയോ കളിയും തമാശയും
മാച്ചും ടൂർണമെന്റും ഡാൻസും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ സമയം കൊല്ലല്ല, അത് വെറുതെയാക്കല്ല, അത് ഹബീബ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതിനു പകരം ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാ എന്താ? അവിടുത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചിട്ടാണ് ദീന് വളർത്തിയത്. അവിടുത്തെ തണ്ടൻകാലിൽ നിന്ന് രക്തമൊലിപ്പിച്ചിട്ടാണ് ദീന് വളർത്തിയത്. അവിടുന്ന് ജനിച്ചു വീണ നാട് വിട്ടിച്ചിട്ടാണ് ദീന് വളർത്തിയത്. വളരെ വിനയാനുതമായി ജീവിച്ചിട്ടാണ് അവിടുന്ന് ദീന് വളർത്തിയത്. കൊല്ലാൻ വന്ന എതിരാളിയെ പോലും കാരുണ്യത്തോടെ പ്രതികരിച്ചിട്ട് അവരെ കൽബില് ആ ഹബീബിനോട് സ്നേഹം നിർമ്മിച്ചിട്ടാൽ ദീന് വളർത്തിയത് കേട്ടോ. അതിന്റെ സാക്ഷ്യമാണ് സുറാഖത്ത് ഇബ്നു മാലിക്, അതിന്റെ സാക്ഷ്യമാണ് ഉമൈർ ഇബ്നു വഹബ്, അതിന്റെ നേർസാക്ഷ്യമാണ് സുമാമത്ത് ഇബ്നു ഉസാല്. ചരിത്രം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല.